അപ്പാടികൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. Oh shepherd God, Papa, you were wounded for our transgressions, you were bruised for our iniquities. We praise you, Daddy. Oh, we lift up your name, Jesus. You shed your blood for us, Daddy. Hallelujah. Oh, Rimaraba Shakaraba, you took our infirmities and bore our sickness. We praise you. We lift up your name, Jesus, Papa. Angadigal ange studikkunnu, Daddy. You are the door. You are the conqueror of death. Oh, Rabba Shakara, the one who has the keys of death and hell. We praise you, Jesus. Alaba Shakaraba, Ritaralaba, Sheko, Rasikaraba, Shantaralaba, Udala Duragadigasyan, the Araba Shandaralaba, Udala Duragadigasyan, the Araba Shandaraba, Udala Duragadigasyan, the Araba Shandaraba, Udala Duragadigasyan, the Araba Shandaraba. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Sheko Rasikaraba, Udala Digerebe, Sheko Rabaritiko Rasia, Daralaba Shiko Labaritiko Rasikaraba, Udala Duragadigasyan, Dararaba Shandaraba, Athararaba Shandaraba, Kudala Duragadigasyan, Dararaba Shandaraba. Kartave, Nagalanga Studikino, hallelujah. Oh, Rimaraba Shakara, bread from heaven, bread of life, river of life. Oh, Papa, your Redeemer, your helper, Papa. Digalange Studikinapa, Ange മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. Atararaba Shakaraba Rika, you are ever great, you are beloved, the blessing, you are ever praised, Papa. Oh, Rimaraba Shakaraba, you are ever covered, you are ever glory, you are hiding place, you are ever high tower. Apange Studikino Ramana Shakaraba, oh Rimaraba, holy, 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 mighty Lord, we praise you, Jesus. Thank you, Jesus. Atalaralaba Shakalaba Rita Karasiam Daralaba Shandaraba, Udala Duragadigasyan Daralaba Shandaraba, Udala Duragadigasyan Daralaba Shandaraba. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഉദാലാരാബാ ഷേക്കോ റസിഖാലാബാ. Thank you, Jesus, for this wonderful Rehoboth supernatural meeting. അപ്പാ, ഓ റീമാരാബാ ഷീക്കോ റസിയ, കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവേ അങ്ങ് വേഗം കൂട്ടി വരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓ റീമാരാബാ ഷീക്കോ റസിയ റീഖാരാലാബാ ഷന്നത്തെ ശുശ്രൂഷയെ അപ്പന്റെ പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആദിയോടെന്തും ഞങ്ങളുടെ സ്തുതി, സ്തോത്രം, ആരാധന, വചനധ്യാനം എല്ലാം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്കും ഹല്ലേലൂയ, ഞങ്ങളെ കർത്താവിന്റെ വരവിലേക്ക് ഒരുക്കുന്നതും സ്വർഗത്തിന് സുഗ്രാവ്യാഗമായി തീരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ കർത്താവെ കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി അവർ ആശ്വാസം പ്രാപിച്ച്, അവർ സൗഖ്യം പ്രാപിച്ച്, ഹല്ലേലൂയ, ഒരു വലിയ ഡെലിവറൻസ് കടന്നു വരുന്നവരുടെ മേൽ ആലയിറങ്ങുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ രാമാന ശാഖാരാബ റീതാകറസിഖാരാലാബ, ഓ റീമാനാബ ഷേക്കോ റസിഖാരാലാബ, അഥാലാരാലാബ ഷേഖാലാബ റീതാകറസിഖോ റീമാനാബ ശാഖാരാബ റീഖ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്ക് കർത്താവെ ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പാ. ഓ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആത്മാവിനെ തൊടണമേ കർത്താവെ, ഞങ്ങളിൽ വലിയ രൂപാന്തരം വരുത്തണമേ. ഓ കർത്താവിന്റെ വരവിലേക്ക് ഞങ്ങളെ ഒരുക്കണമേ. നല്ല മണവാട്ടിയെ ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഓ രാമാരാബീദേഗേ ശിഖാബാബ ഋതികോ റസ്യാന്തരാരബ ശന്ദരബ അത്തരാരബ ശന്ദരബ. കർത്താവിന്റെ വലിയ മഹത്വം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ, വലിയ ദൈവ
ദൈവപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ആരാബശന്തരം ഇന്ന് രാത്രി കടന്നു വന്ന് ശുശ്രൂഷങ്ങളുടെ അഭിഷിക്തനെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അഭിഷിക്തന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അഭിഷിക്തന്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശക്തമായി അങ്ങയുടെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ഈ ദിവസങ്ങൾ ശക്തമായി അങ്ങയുടെ അഭിഷിക്തനെ ഉപയോഗിക്കുന്നല്ലോ. അതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് രാത്രി ശക്തിയോട് വചനം ഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെ, അവന്റെ പ്രവർത്തികളെ break it, hallelujah, in the mighty name of Jesus Christ. ഇന്ന് രാത്രി ജനം വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ, സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. ഒരു ദൈവ പൈതൽ പോലെ ഭാരപ്പെട്ട് മടങ്ങുവാൻ സ്വർഗം ഇടയാക്കരുതേ. കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷകളെല്ലാം സൂപ്പർ നാച്ചുറൽ ശുശ്രൂഷകളായി പരിശുദ്ധാത്മാവ് മാറ്റിയ കൃപയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. സ്വർഗീയ കാര്യങ്ങൾ, ഹെവൻലി ഹല്ലേലൂയ സൂപ്പർ നാച്ചുറൽ തിങ്സ് ഇന്ന് രാത്രി ഞങ്ങൾ പഠിക്കാൻ പോകുവാണല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ ഹയർ റെലൻസിലേക്ക് കയറ്റുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരേതു വിഷയത്തിൽ ഭാരപ്പെടുന്നു, വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയം ലഭിക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരെയും അപ്പന്റെ ചിറകിന്റെ കീഴിൽ അപ്പ അങ്ങ് മറച്ചുകൊള്ളണമേ. ഈ മാസം ആരംഭ ദിവസം ഞങ്ങൾ ആയിരിക്കുന്നല്ലോ കർത്താവേ. ഈ രണ്ടാം ദിവസം ദൈവത്തിന്റെ അത്ഭുത വിടുതലുകളുടെ മാസമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചിലത് ഞങ്ങൾ കാണാൻ പോവുക, ചിലത് അത്ഭുതങ്ങൾ ഞങ്ങൾ അനുഭവിക്കാൻ പോവുക. സ്വർഗ തലങ്ങളിൽ നിന്ന് വലിയ വിടുതലുകൾ, വലിയ സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഹയർ റിലംസ് ഞങ്ങൾക്കായി തുറന്നു തരുന്നതിനായി, ഹയർ വിഷൻസ്, പ്രോഫറ്റിക് ഡ്രീംസ്, വിഷൻസ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു തരുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുരുവ് ക്ഷമിക്കണമേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ പറ്റിക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേടിച്ചു യേശുക്രിസ്തുവിന്റെ ആദ്യ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഈ റഹബോത്ത് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ രാത്രിയാണ് ഇന്ന് രാത്രി. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങൾ നമ്മളോട് ഇടപെടാൻ പോവുക. എല്ലാവരും പ്രാർത്ഥനയോടെ കൂടി ആയിരിക്കണം. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചിട്ട് ആരാധിക്കാം. ദൈവത്തെ ഹല്ലേലൂയ ആരാധിച്ചിട്ട് വചനത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് കയറാം. ഹല്ലേലൂയ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നു നിൽക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നു നിൽക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ. നിത്യമായ രക്ഷയേതൻ പക്ഷമായി നൽകിടും, നിത്യമായ രക്ഷയേതൻ പക്ഷമായി നൽകിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നു നിൽക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. രാജനീശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനീശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ
പൊന്നുഷസെ ഓർക്കും തോറും രമ്യം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസെ ഓർക്കും തോറും രമ്യം. ഹല്ലേലൂയ. നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഇതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആദ്യം ഹല്ലേലൂയ, ഞാൻ ഒരു ടെസ്റ്റ് മണി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമ്മൾ നേരെ വചനത്തിലേക്ക് കടക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ദർശനം സ്വർഗത്തിലെ കർത്താവ് എനിക്കിനെ കാണിച്ചു തന്നു. ഒരു വെഡിങ് ആണ്. അവിടെ വളരെ ഭംഗിയായിട്ട് ഞാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ട്. ആക്ച്വലി അതുപോലെ ആ വെഡിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിട്ട് ഒത്തിരി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം 3-4-5 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ഫുൾ എന്താണ് ഉദ്ദേശം? കാര്യം നമുക്കൊരു വെഡിങ് നമ്മുടെ വീട്ടിൽ നടക്കാറുണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് കണക്റ്റഡ് എപ്പോഴും ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഈ ദിവസങ്ങൾ ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചു പറഞ്ഞു, ആ സിസ്റ്റർ ഇതുപോലുള്ള ദർശനം കിട്ടിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ദാറ്റ് ഈസ് എ ഹെവൻലി വിഷൻ. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള, ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ള. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് മക്കളെ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ഒരുക്കത്തിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനത്തെ ദൂതുകളാണ്. കർത്താവിന്റെ വരവിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരുക്കം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും കാലങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ഹല്ലേലൂയ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പം, ക്ഷാമവും മഹാവ്യാധിയും ഒക്കെയും ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ഹല്ലേലൂയ. എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വചന ശുശ്രൂഷയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു കർത്താവിൽ നമ്മൾ പ്രതിഫലം വാങ്ങുന്നതിന് മുന്നേ നമ്മളൊരു കടലിലൂടെ, ഒരു കർത്താവിന്റെ ഒരു തീ കടലിലൂടെ നമ്മളെ കടത്തിവിടും. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു, പുല്ല്, വൈക്കോല് അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് ഒഴിഞ്ഞു പോകും. പക്ഷെ പൊന്ന്, വെള്ളി എന്നുള്ളവ അത് നമ്മുടെ അവസാനം വരെ നമ്മൾ ഓടിയ ഓട്ടത്തിന്റെ പ്രതിഫലമാണ്. നമ്മൾ എത്രമാത്രം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഓടി, അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ആ പ്രതിഫലം നമ്മൾ ലഭിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഈ വലിയ ക്രിക്കറ്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മളൊരു ഗാലറി കണ്ടിട്ടുണ്ട് അല്ലേ? താഴെ കുറച്ച് പേര്, അതിൻ്റെ മുകളിൽ കുറച്ച് പേര്, അതിൻ്റെ മുകളിൽ കുറച്ച് പേര്. അങ്ങനെയാണ് ദൈവമക്കളെ സ്വർഗത്തിൽ പ്രതിഫലം തന്നു കഴിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും ഇരുത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, ഒത്തിരി വലിയ ചർച്ച നടത്തുന്നവരായിരിക്കും, ഒത്തിരി വലിയ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അവിടെ ഹയർ ലെവലിൽ ഇരിക്കുന്നത്. പക്ഷേ കർത്താവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഒരുപാട് ആ സ്കെയിലും നമ്മൾ ചിന്തിക്കുന്ന സ്കെയിലും വളരെ ഡിഫറെന്റ് ആണ്. ഹല്ലേലൂയ. വേറെ ഒരു കാര്യം ഇതിലൂടെ കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളൊരു വൃക്ഷത്തെ നോക്കി ആ വൃക്ഷത്തിന്റെ വലിയ ബ്രാഞ്ചസും നിറയെ പൂക്കളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എത്ര നല്ല വൃക്ഷം, എത്ര വലുതായി, ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒത്തിരി തണല് തരുന്നു, ഒത്തിരി കിളികളൊക്കെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, എത്ര നല്ല വൃക്ഷം. പക്ഷെ ദൈവമക്കളെ, സ്വർഗത്തിലെ കർത്താവ് നോക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഫലത്തെയാണ്. ഹല്ലേലൂയ. എത്ര നല്ല വൃക്ഷമാണെങ്കിലും, എത്ര വലിയ
വലിയ വൃക്ഷമാണ്, ഒത്തിരി ബ്രാഞ്ചസ് ഉള്ളതാണെങ്കിലും പച്ചയിലയാണെങ്കിലും ആ ഫ്രൂട്ടിന് രുചിയില്ലെങ്കിൽ ആ ഫ്രൂട്ടിന് ദൈവം ആഗ്രഹിച്ച ഹല്ലേലൂയ ഫലത്തോടെ അല്ല അത് നിൽക്കുന്നതെങ്കിൽ അതൊരിക്കലും സ്വർഗത്തിലെ കർത്താവിന്റെ ആ പ്രതിഫലത്തിലേക്ക് കയറത്തില്ല. ഹല്ലേലൂയ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന രീതിയും കർത്താവ് ചിന്തിക്കുന്ന രീതിയും ഹല്ലേലൂയ വളരെ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആ ഒരു ആത്മീയ ഞങ്ങൾ വിഷൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് നമ്മളിലൂടെ ബുദ്ധിമുട്ട് മീൻസ് പലരും നമുക്കറിയാവുന്നവർ വളരെ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് വളരെ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷെ വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മൾ അവരെ പ്രാർത്ഥിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ വാക്കുകൾ കൊണ്ട് താങ്ങണം. ഹല്ലേലൂയ. കർത്താവ് ഇതൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. റെവലേഷൻ 22:14 നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഇപ്പോഴെന്താണ് പാടിയത്? നീതിയുടെ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് വിശേഷപ്പെട്ട ഒരു വസ്ത്രം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. മാത്രമാണോ പരിശുദ്ധാത്മാവിനാലും മുദ്രയും നമുക്കുണ്ടാകും. പക്ഷെ ഈ വസ്ത്രം നമ്മൾ കറ പുരളാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ നേരെ പോകുന്നത് മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. ഉദാലാരബ ഷേക്കോ റസികാരബ ഓ റിദിബികെ ഷികാരബ റിദികെ റസ്യ ഷേക്കോ റസ്യ. മത്തായി സുവിശേഷം ഹല്ലേലൂയ അതിന്റെ 22-ാമത്തെ അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അല്ലേ? ആ കല്യാണത്തിന് അനേകരെ വിളിച്ചു. നമ്മളത് മുഴുവൻ വായിക്കാൻ സമയമില്ല, സമ്മറൈസ് ചെയ്തു പോവാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ ദാസന്മാരെ അയച്ചു. ഹല്ലേലൂയ. കാളകളെ തടിപ്പിച്ച മൃഗങ്ങളെയും അവിടെ അറുത്തു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ആ കല്യാണത്തിന് വരാനായിട്ട് രാജാവ് വിളിക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവർ ഓരോരോ എക്സ്ക്യൂസസ് അവർ പറയുകയാണ്. അവരത് കൂട്ടാക്കാറ്. എന്താണ് ദൈവം തന്നിരിക്കുന്ന കോളിംഗ്, എന്താണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് അറിയാതെ അവരെല്ലാം താൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ചിലർ സ്വന്തം വ്യാപാരത്തിന് കടന്നുപോയി, അവർക്ക് കല്യാണത്തിന് വരാൻ സമയമില്ല. ശേഷമുള്ളവർ അയച്ച ദാസന്മാരെ അപമാനിച്ചു കളഞ്ഞു. ചില ദാസന്മാരെ അവർ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ആരും ക്ഷണിക്കപ്പെട്ടവരാരും യോഗ്യരായിട്ട് അവിടെ കർത്താവ് കണ്ടില്ല. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരെ ഒക്കെ കല്യാണത്തിന് വിളിപ്പാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ ദാസന്മാർ എന്ത് ചെയ്തു? നേരെ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെ നല്ലവരെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. ഹല്ലേലൂയ. വിരുന്നുകാരൊക്കെ ഇരുന്നു. പക്ഷെ അവിടെ നമുക്ക് കാണാം, കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ട് ദൈവങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മളെ സഭ പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വസ്ത്രം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വസ്ത്രമാണ്. ഈ വസ്ത്രം നമ്മൾ മലിനമാക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വസ്ത്രം കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത, ഈ ലോകത്തിന്റെ ഒരു അശുദ്ധിയും വരാത്ത, ഹല്ലേലൂയ, ആ ഒരു കറയും ഏൽക്കാത്ത വസ്ത്രത്തോട് കൂടി ആയിരിക്കണം ആ കല്യാണത്തിന് നമ്മൾ വരേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യ, അസൂയ, മദ്യപാനം, വെറിക്കുത്ത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം സാരമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇതെല്ലാം കർത്താവ് ഓക്കെ അടിച്ച് നമ്മളെ അങ്ങ് വിടുവെന്ന്. പക്ഷേ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ കാര്യങ്ങൾ, ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയിൽ നോക്കുമ്പോൾ ഇതെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ, ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വസ്ത്രത്തെ ഹല്ലേലൂയ
അത് അഴുക്കാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പാടിയത്. എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് വചന ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഒരു പാട്ടാണ്. അത് കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് ആ പാട്ട് എൻ്റെ കയ്യിൽ തന്നു. ഹല്ലേലൂയ. നമ്മുടെ വസ്ത്രം, നമ്മൾ എന്നെ ഉൾപ്പെട്ടാ ചോദിക്കുന്നേ, ഈ നമ്മുടെ വസ്ത്രം നമ്മൾ ഹല്ലേലൂയ വിശുദ്ധിയോടെ ആണോ സൂക്ഷിക്കുന്നത്? കർത്താവിന്റെ വരവിൽ നമ്മൾ ലജ്ജിക്കപ്പെട്ടു പോകുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. Who is the bride? കർത്താവ് ആഗ്രഹിക്കുന്ന മണവാട്ടി ആരാണ് ദൈവമക്കളെ? നമുക്കറിയാം, നമ്മൾ ഒന്നാമത് നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. റോമാലേഖനം 10:9 യേശുവിനെ കർത്താവ് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവവിനെ മരിച്ചതിൽ ഉയർപ്പിച്ചെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഹല്ലേലൂയ. സെക്കൻഡ്, ഹല്ലേലൂയ, നമ്മുടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടണം. മൂന്നാമത്തെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. നാലാമത്തെ കാര്യം വേർപാട് ആചരിക്കണം. ഹല്ലേലൂയ. ഇന്ന് വേർപാടിനും ഹോളിനെസ്സിനും വേണ്ടി നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലന്മാർ, അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ആ വചനം അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ഏഴാമത്തെ കാര്യം, അപ്പം നുറുക്കുകയും തിരുവത്താഴം എടുക്കുകയും. ഹല്ലേലൂയ. തിരുവത്താഴം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അത് എങ്ങനെ നമുക്കറിയാം, അവിടെ പുതിയ നിയമം നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാന ബേസിക് ഡോക്ട്രിൻസ് 7 കാര്യങ്ങൾ, പിന്നെ 40 കൂട്ടം അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ കൂട്ടത്തിൽ ഹല്ലേലൂയ കർത്താവ് നോക്കുന്ന യഹൂദനെന്നോ യവനെന്നോ ഹല്ലേലൂയ ഒരു പെന്തക്കോസ് ഭവനത്തിൽ ജനിച്ചെന്നോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. ഈ ഹല്ലേലൂയ വചന പ്രമാണം അനുസരിച്ചാണോ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത്? അങ്ങനെയുള്ള മണവാട്ടിയെ ചേർക്കാനാണ് സ്വർഗത്തിലെ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, റെബേക്കയെ ഹല്ലേലൂയ ഇസ്ഹാക്ക് ഹല്ലേലൂയ അന്വേഷിച്ചു പോകുന്നത് 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം. അവിടെ 2 കാര്യങ്ങൾ, നമുക്ക് ആ സ്റ്റോറി ഒന്നും പറയാൻ സമയമില്ല. ഇസ്ഹാക്ക് റെബേക്ക എടുക്കാൻ പോകുമ്പോൾ അവിടെ 2 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, സെപ്പറേറ്റഡ് ഫ്രം, അവൾ ഏതിൽ നിന്നാണ് വേർപെട്ടത്. 2, സെപ്പറേറ്റഡ് ടു. സെപ്പറേറ്റഡ് ഫ്രം ആൻഡ് സെപ്പറേറ്റഡ് ടു. 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യങ്ങൾ മണവാട്ടിയിൽ ഹല്ലേലൂയ നടന്നാൽ മാത്രമേ യഥാർത്ഥ ഹല്ലേലൂയ മണവാട്ടിയെ തീരത്തുള്ളൂ. അവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഷീ ലെഫ്റ്റ് ഹർ ഹൗസ്. അവളുടെ ഭവനം വിട്ടു, അവളുടെ ദേശം വിട്ടു, അവളുടെ പാസ്റ്റ് ലൈഫ്, അവൾ അതുവരെ എങ്ങനെ ജീവിച്ചു ആ ലൈഫിനെ അവൾ വിട്ടു. ഹല്ലേലൂയ. അവളുടെ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും വിട്ടു. ആർക്ക് വേണ്ടി? ഇസ്ഹാക്കിന് വേണ്ടി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവർ റെബേക്കയെ വിളിച്ചു, അവളോട് നീ പുരുഷനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ നമ്മൾ നോക്കുക, ഹല്ലേലൂയ, ആ വിളി കേട്ടപ്പോൾ തന്നെ അവൾ തിരിക്കുവാൻ റെഡിയായി. അവളുടെ എല്ലാ ഓൾഡ് മൈൻഡ് സെറ്റ് അവൾ മാറ്റി. അതുവരെയുള്ള അവളുടെ എല്ലാ വേൾഡ്ലി അറ്റാച്ച്മെന്റ്സ് വിട്ട് അവൾ അത് നമ്മള് കർത്താവിന് മണവാട്ടിയുടെ നിഴലാണ് നമ്മൾ അവിടെ കാണുന്നത്. എല്ലാം വിട്ട് ഇസ്ഹാക്കിനോടൊപ്പം പോയി. ഹല്ലേലൂയ. ഇനി അവൾ എങ്ങോട്ടാണ് പോയത്? സെപ്പറേറ്റഡ് ടു. ഷി വാസ് ഗോയിങ് ടുവേർഡ്സ് ദി ഡിവൈൻ പർപ്പസ്. അവളെ എന്തിനാണോ വിളിച്ചത് ആ ഡിവൈൻ പർപ്പസിലേക്ക്, ആ ഡിവൈൻ പർപ്പസിലേക്ക് അവൾ പോയി. ഹല്ലേലൂയ. ആ
മണവാളന്റെ മണവാട്ടിയായി ഇരിപ്പാൻ അവളെ തന്നെ അവൾ പൂർണ്ണമായി സമർപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ മണവാട്ടിയായി തീരുവാൻ നമ്മളെ തന്നെ നമ്മളെ സറണ്ടർ ചെയ്യണം, സബ്മിസീവ് ആയിരിക്കണം. ഹല്ലേലൂയ. brought into the covenant family of Abraham. നമ്മൾ എങ്ങനെയാണ് ന്യൂ കവനന്റിൽ നമ്മളായിരിക്കും. ന്യൂ കവനന്റിൽ എന്തെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ജനസിസ് 24-ന്റെ 67-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി തീർന്നു. അവൻ അവളെ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു. ഹല്ലേലൂയ. So separated from and separated to. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കണം കർത്താവിന്റെ മണവാട്ടി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് ചുറ്റും നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും ഒരു മണവാട്ടി ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രാർത്ഥിക്കണമെന്നുള്ളത് വളരെ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ ഉറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവസന്നിധിയിൽ ഇന്റർസെസ് ചെയ്യണം. ഇതൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മണവാട്ടിക്ക്. ഹല്ലേലൂയ. നമ്മൾ 34-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ഭക്തന് ചുറ്റും ദൂതന്മാരെ പാളയമിറക്കി നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ ദുഷി പറയുമ്പോൾ, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ ശത്രുവും അത് കേൾക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഏഞ്ചൽസ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. മെയിനായിട്ടും പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കളക്ട് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. അത് സ്വർഗത്തിൽ കൊണ്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ ദൂതന്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു സ്വർണ്ണ കലശമുണ്ട്. ഞാൻ ഇന്നത്തെ സൂപ്പർനാച്ചുറൽ മിറക്കിൾ മീറ്റിംഗിന്റെ വീഡിയോയിൽ ഇട്ടപ്പോൾ നിങ്ങൾ എത്ര പേർ അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഹല്ലേലൂയ. ആ ദൂതന്റെ കയ്യിൽ ഒരു സ്വർണ്ണ കലശം. എന്തിനാണ് ഈ ഗോൾഡൻ ബൗൾ കൊടുത്തിരിക്കുന്നത് ഈ മക്കളെ? എന്തിനാ ഈ ഗോൾഡൻ ബൗൾ കൊടുത്തിരിക്കുന്നത്? നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അനൗൺസ്മെന്റ്. ഓക്കെ, നമ്മളൊരു സാധനം വാങ്ങാൻ പോകും. ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിലാണ് പോണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും ആയിരിക്കട്ടെ എടുക്കുന്നത്, അല്ലെ? നമ്മൾ എന്തിനാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു സ്വർണ്ണ ബൗൾ അയച്ചൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ശേഖരിക്കാൻ. ഹല്ലേലൂയ. ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഇൻട്രസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മൾ റെവലേഷൻ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവർക്ക് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രത്തിരുന്ന് US-ലോ UK-യിലുള്ള ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥന അവിടെ എത്തുന്നത്, അതിന്റെ മറുപടി അവിടെ എത്തുന്നത്? ദൈവമക്കളെ, ഇതാണ് കാരണം. ഹല്ലേലൂയ. The angels are ready to take our prayer requests. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൂതന്മാർ അത് എടുത്ത് ഹല്ലേലൂയ സ്വർഗത്തിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ കണ്ണുനീരോ നമ്മൾ ഈ ഭാരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞരങ്ങി നമ്മുടെ ഉള്ളുരുകി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്നും ആരും കേൾക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ശേഖരിക്കുന്ന ഒരു ദൂതനുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഏഞ്ചൽസ് ഹല്ലേലൂയ ഇത് അവിടെ സ്വർഗത്തിൽ കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാണ് പറയുന്നത്? റെവലേഷൻ നമ്മൾ 5:11 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ
കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. പിന്നെ ദർശനത്തിൽ സിംഹാസനത്തിന്റെ ജീവികളുടെ മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലയിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിൽ ആ സമയത്ത് ഈ ദൂതൻ അവിടെ ചെന്ന് ധൂപ കലശം സ്വർണ്ണ കലശവുമായി അവിടെ പ്രാർത്ഥനയായി ചെല്ലും. ഹല്ലേലൂയ. കാരണം അവിടെ ഒരു ധൂപ പീഠം എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടത്. കത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഒരു തീതാളം. ഹല്ലേലൂയ. അവിടെ ആ ധൂപപീഠം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഗന്ധദ്രവ്യമേ ആ സൗരഭ്യ വാസന എന്ന ധൂപപീഠത്തിൽ ഈ പ്രാർത്ഥന കൊണ്ടിടും. ഹല്ലേലൂയ. ഈ സൗരഭ്യ വാസനയോട് കൂടി എൻ്റെ പ്രാർത്ഥന ആഡ് ചെയ്യപ്പെടുകയാണ് ദൈവമക്കളെ. എന്തിനാ ഈ പ്രാർത്ഥന? പിതാവിന്റെ സൗരഭ്യ വാസനയായി തീരുവാനാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പലരുടെയും ഞാൻ ഇതുവരെയുള്ള എൻ്റെ ചർച്ച് എക്സ്പീരിയൻസ് വെച്ച് പറയാം, പലരും പല ഈണത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ചിലർ ഭയങ്കര ഇടിമുഴക്കം പോലെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ദൈവമക്കളെ, നമ്മുടെ ആത്മാവിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഞരങ്ങി പരിശുദ്ധാത്മാവിലുള്ള ആ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഞരക്കങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ, കണ്ണുനീര്, ഇതെല്ലാം സുഗന്ധമായി അവിടെ ഏഞ്ചൽസ് കൊണ്ടുപോയി സ്വർഗത്തിൽ കൊടുക്കുകയാണ് ദൈവമക്കളെ. അല്ല നമ്മുടെ ഭാഷയോ നമ്മുടെ പ്രാർത്ഥനയുടെ ഈണമോ ഒന്നുമല്ല അവിടെ കാര്യം. ഹല്ലേലൂയ. ആ ഞരക്കങ്ങൾ, നമ്മുടെ ഉള്ളിലെ ആ വേദനയോടുകൂടിയുള്ള ആ പ്രാർത്ഥന, ആ സൗരഭ്യ വാസനമായി സ്വർഗം സ്വീകരിക്കും. ഹല്ലേലൂയ. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിൽ നിന്ന് എനിക്ക് ശരിക്കും അത് പ്രസന്റേഷൻ ആയിട്ടൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടില്ല എന്നറിയാം. എന്നാലും നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. അവിടെ ഒരു സ്വർഗത്തിലൊരു യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിൽ നിന്ന് കനലെടുത്ത് അതിലേക്ക് ഇടാൻ പറയും. എൻ്റെ പ്രാർത്ഥനയുടെ എംറ്റിയായ കലശത്തിലേക്ക് ഹല്ലേലൂയ ദൈവം മറുപടി തരും. തീ കൊണ്ട്, നമ്മുടെ വചനത്തിൽ വായിക്കുന്ന എങ്ങനെ, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ കലശത്തിനകത്ത് തീക്കരൽ നിറച്ചപ്പോൾ പറഞ്ഞു. ഹല്ലേലൂയ. അതിങ്ങനെ ആ റെവലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ കാണാം, അതിങ്ങനെ കറക്കിയിട്ട് ആകാശത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയുകയാണ്. ഹല്ലേലൂയ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ അത് ഏഞ്ചൽസ് കൊണ്ടുപോയി ഹല്ലേലൂയ നമ്മൾ എത്ര ദൂരെ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്താണെങ്കിലും ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എത്തും. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ എൻ്റെ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വർഗത്തിലെ കർത്താവിനെ അത്രേ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഏത് രാജ്യത്തെ ദൂരമുള്ള രാജ്യത്താണെങ്കിലും അതിനുള്ള മറുപടി അവിടെ എത്തും ദൈവമക്കളെ. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 18 അധ്യായത്തിന്റെ ഹല്ലേലൂയ 1 King hallelujah 1 Kings 18:24 നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ, അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. സോ തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. റെവലേഷൻ 8-ന്റെ 3, 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 8-ാം അധ്യായത്തിന്റെ 3, 4, 5 മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. കണ്ടോ?
ഹല്ലേലൂയ. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട് ദൈവമക്കളെ. എത്ര ഹല്ലേലൂയ ഡിലേഡ് ആയി പോയെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മുടെ ഓരോ ഞരക്കവും ദൈവസന്നിധിയിൽ നമ്മൾ വിളിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടി തരും. ഹല്ലേലൂയ. ഒരു ഞരക്കം പോലും ഒരു നൊമ്പരം പോലും നഷ്ടമല്ല ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ വാക്കിന്റെ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ ചില മനോഹരമായ വാക്കുകളൊന്നുമല്ല, ഹൃദയത്തിലെ ഞരക്കങ്ങൾ, നീറ്റൽ, നൊമ്പരം, നമ്മുടെ ഞരക്കങ്ങൾ, അതെല്ലാം ഈ സ്വർണ്ണ പാത്രത്തിൽ ചെല്ലുന്നത് ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ഞരക്കങ്ങളാണ്. അത് ലോകത്തിന് നോക്കുമ്പോൾ വലുതല്ല. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഹന്നയുടെ കാര്യം എടുക്കാം. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി അവൾ എത്ര വേദനയോടെ പെരീനയുടെ എത്ര കുത്തുകൾ കൊണ്ട് ഞരങ്ങി വേദനിച്ച് അവൾ ഞരങ്ങി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതന് പോലും മനസ്സിലായില്ല. അവളുടെ പ്രാർത്ഥന നല്ല ധൂപവർഗമായി ദൂതൻ അത് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥിക്ക് ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ഹല്ലേലൂയ ശക്തിയോടെ ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥമായി ആത്മാവിൽ നിന്നുകൊണ്ട് ശക്തിയോടെ നിലവിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ ദിവസങ്ങൾ മറുപടി ഉണ്ട് ദൈവമക്കളെ. കർത്താവിന്റെ മണവാട്ടി എങ്ങനെ ഒരുങ്ങണം? ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങൾ നമ്മളോട് ആഴമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ ഹല്ലേലൂയ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. നിങ്ങൾ അത് അനുഭവിക്കുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് ഇനിയും നമുക്ക് ഇതുപോലുള്ള പ്രോഫറ്റിക് ഡ്രീംസ്, വിഷൻസ് നമുക്ക് ഓരോരുത്തർക്ക് തരും. പക്ഷെ നമ്മൾ ദാഹമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവിലേക്ക് ഒരുങ്ങാൻ വാഞ്ചയുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ വീര്യത്തോടെ നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഒരു ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിച്ചു പോകുവാനല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ ഇടുക്കമുള്ള ആ വഴിയിലൂടെ ഹല്ലേലൂയ കുറച്ചു പേരെ പോകത്തുള്ളൂ ദൈവമക്കളെ. ആ അപ്പോസ്തല എന്താ പറയാ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ലേഖനങ്ങളിലൊക്കെയും പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ മണവാട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഈ വർഷമുള്ള ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ നൈജു പാസ്റ്റർ കുറെ ദിവസമായി ഞാനിങ്ങനെ കർത്താവിന്റെ ദാസരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, എന്നാലും ദൈവകൃപയാൽ കർത്താവിന്റെ ദാസൻ ഒരുപാട് തിരക്കുള്ള ദേവദാസനാണ് നമ്മുടെ നടുവിൽ ഇന്ന് ശുശ്രൂഷിക്കാൻ വന്നിട്ടുണ്ട്.